നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ആധ്യാത്മികതയിൽ ഉയർച്ച വരുവാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ തന്നെ ചിന്തകളാണ്. ചിന്തയിൽ നിന്നാണ് വാക്കും പ്രവൃത്തിയും ഉടലെടുക്കുന്നത്. അതുകൊണ്ട് ചിന്തയെ ശുദ്ധീകരിച്ചാൽ നാം വിജയിച്ചു. ശബരിമല വ്രത അനുഷ്ഠാനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ചടങ്ങാണ് ശാസ്താംപാട്ട്. അയ്യപ്പൻ പാട്ട് എന്നും ഇതറിയപ്പെടുന്നു. ഉടുക്കുകൊട്ടി അയ്യപ്പസ്വാമിയുടെ ചരിത്രം പാടുക എന്നതാണ് ഈ ചടങ്ങ്. വാഴപ്പിണ്ടി കൊണ്ട് തൂൺനാട്ടിയ പന്തലിൽ കുരുത്തോല, വാഴക്കുല എന്നിവ കൊണ്ട് അലങ്കരിക്കും. രാത്രിയിലാണ് ശാസ്താംപാട്ട് നടത്തുന്നത്. കേൾവിക്കാരും കാണികളുമായി ദേശക്കാർ നിരന്നിരിക്കും. ഈ ലോകത്തിന്റെ മുഴുവൻ ആധിപത്യവുമുള്ള ഈശ്വരന് ഭൗതികമായ ഒരു സ്വത്തിൻ്റെയും ആവശ്യമില്ല. എങ്കിലും ക്ഷേത്ര സ്വത്തുകൾ അപഹരിക്കുന്നവൻ വലിയ കാലതാമസമില്ലാതെ പിടിക്കപ്പെടും എന്നതാണ് ഇതുവരെയുള്ള ചരിത്രം. കാരണം അത് അനേകം വിശ്വാസികളുടെ ഭക്തിയുടെ ശേഖരമാണ്, അർപ്പണത്തിന്റെ കരുത്താണ്. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. ശബരിഗിരിയുടെ താഴ്വരയിൽ ശുഭപമ്പാ നദി തൻ തിരുക്കരയിൽ അമരും വിശ്വവിനായകനേ, വരമരുളു വിഘ്നവിനാശകനേ. ശബരിഗിരിയുടെ താഴ്വരയിൽ ശുഭപമ്പാ നദി തൻ തിരുക്കരയിൽ അമരും വിശ്വവിനായകനേ, വരമരുളു വിഘ്നവിനാശകനേ. ശബരിഗിരിയുടെ താഴ്വരയിൽ ശുഭപമ്പാ നദി തൻ തിരുക്കരയിൽ. ശബരീശ പാദങ്ങളെ തഴുകിയൊഴുകുന്ന അമൃതവാഹിനിയാണ് പമ്പ. ആത്മീയതയുടെ പ്രഭാപൂരം തേടിയെത്തുന്ന ഭക്തകോടികൾക്ക് പുണ്യദായിനി കൂടിയാണ് പമ്പ. മഹിഷി നിഗ്രഹത്തിനായി പിറന്ന മണികണ്ഠനെ പന്തളം രാജാവിന് ലഭിച്ചത് പമ്പയുടെ തീരത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടനത്തിന് പമ്പയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. തിരുപടിയേറുവാൻ വരവും തരില്ലേ, തിരുവടിയടിയൻ അഭയം തരില്ലേ, തിരുപടിയേറുവാൻ വരവും തരില്ലേ. ശബരിഗിരിയുടെ കാനനവാസനായ ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിനെ കാണാൻ വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന അയ്യപ്പന്മാർ പുണ്യസ്നാനം നടത്തുന്നത് പമ്പയിലാണ്. ദക്ഷിണ ഭഗീരഥിയായ പമ്പയിലെ സ്നാനം സ്വാമി ഭക്തർക്ക് മോക്ഷദായകമാണെന്നാണ് വിശ്വാസം. മലകയറ്റത്തിനു മുൻപ് ഭക്തന്റെ മുജ്ജമ്മ പാപങ്ങൾ പമ്പാ സ്നാനത്തിലൂടെ മാറും എന്ന് വിശ്വാസം. രാമായണ കഥയുമായും പമ്പയ്ക്ക് ബന്ധങ്ങൾ ഏറെയുണ്ട്. മാതംഗ മഹർഷിയുടെ ആശ്രമ പരിസരം അടിച്ചുവാരി വൃത്തിയാക്കിയിരുന്നത് നീലി എന്ന പെൺകുട്ടിയായിരുന്നു.
സീതാന്വേഷണാർത്ഥം രാമലക്ഷ്മണന്മാർ മാതംഗ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ആചാരവിധി പ്രകാരം ശ്രീരാമചന്ദ്രനെ സ്വീകരിച്ച് ആശ്രമത്തിലേക്ക് ആനയിച്ചത് നീലിയായിരുന്നു. ശ്രീരാമദേവന്റെ അനുഗ്രഹത്താൽ നീലി നാടിന് മുഴുവൻ അനുഗ്രഹദായകിയായ പമ്പയായി മാറിയത്രേ. അനഘമാം രത്നങ്ങളല്ലോ പാപനാശിനി കൂടിയാണ് പമ്പ. നീലക്കൊടുവേലിയിൽ തട്ടിയൊഴുകുന്ന വെള്ളമായതിനാൽ പമ്പയിൽ കുളിച്ചാൽ രോഗങ്ങളെല്ലാം പമ്പ കടക്കും എന്നാണ് വിശ്വാസം. പമ്പാജലം പുണ്യതീർത്ഥമായാണ് ഭക്തർ കരുതിപ്പോരുന്നത്. അവയിൽ നിന്നും ഭാരതത്തിലെ വ്രതങ്ങളിലും ആചാരങ്ങളിലും ഉത്സവങ്ങളിലും ജ്യോതിശാസ്ത്രത്തിന്റെ മുഖ്യമായ പങ്കുണ്ട്. ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാ വിധത്തിലുമുള്ള ഉത്സവങ്ങളും ആചാരങ്ങളും ഇവിടെ നടന്നു പോരുന്നത്. ഇതുതന്നെയാണ് മണ്ഡലകാലം 41 ദിവസമായതിന്റെ പിന്നിലുള്ള പ്രത്യേകത. വിശ്വവിനായകനേ വരമരുളൂ വിഘ്നവിനാശകൻ. യഥാർത്ഥത്തിൽ യാഗങ്ങളുടെ എല്ലാം ആരംഭം കുറിക്കുന്ന സമയമാണ് ഉത്തരായനം. ദക്ഷിണായനം എന്നത് പിതൃക്കളുടെ സമയവുമാണ്. കർക്കടക മാസത്തിൽ പിതൃക്കൾക്ക് വേണ്ട സമസ്ത ആചാരങ്ങളും നടപ്പിലാകുന്നു. ഭാരതത്തിൽ സൗരവർഷം, ചാന്ദ്രവർഷം എന്നിങ്ങനെ 2 തരത്തിലുള്ള കലണ്ടറുകളാണുള്ളത്. ഇതിൽ സൗരവർഷം എന്നത് 365 ദിവസമത്രേ. മുൻപ് ചാന്ദ്രവർഷം എന്ന ഒരു വാർഷിക കാലഗണന കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അത് 27 നക്ഷത്രങ്ങളെ 12 മാസം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ 324 ആയിരിക്കും. ഈ സംഖ്യ 365 ദിവസങ്ങൾ അടങ്ങുന്ന സൗരവർഷത്തിൽ നിന്നും കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 41 ആണ്. ഈ 41 ദിവസം സൗരചാന്ദ്രവർഷങ്ങളുടെ ഇടയിലുള്ള സമയമായതുകൊണ്ട് ഒരു വൃത്തം ഉപയോഗിച്ച് വേണം ഇതിനെ പരസ്പരം യോജിപ്പിക്കുവാൻ. അതത്രേ 41 ദിവസങ്ങൾ. ഇവിടെ വൃത്തം എന്ന് പറയുന്നത് മണ്ഡലമാണ്. ഇതാണ് മണ്ഡല വ്രതകാലമായ 41 ദിവസങ്ങൾ. സ്വാമി ശരണം അയ്യൻ ശരണം അയ്യൻ ശരണം സ്വാമി ശരണം സ്വാമി ശരണം. സാധാരണയായി ഒരാൾ കഴിക്കുന്ന ഭക്ഷണമായാലും അനുഷ്ഠിക്കുന്ന ജീവിതചര്യയായാലും സമ്പ്രദായമായാലും ഫലവത്തായി മനുഷ്യ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും മാറ്റം വരുത്തുന്നത് 41 ദിവസങ്ങൾ കൊണ്ടാണ്. അങ്ങനെ നോക്കിയാൽ 41 എന്ന സംഖ്യയ്ക്ക് ഒരു സാധകനെ, തപസ്വിയെ ഒരു അയ്യപ്പനായി വളർത്തി സ്വാമിയാക്കി അയാളിലുള്ള ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ മാറ്റം പൂർണ്ണമാകുന്നതിന് 41 ദിവസത്തെ വ്രതം ആവശ്യമത്രേ. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം സൗരചാന്ദ്ര വർഷങ്ങൾക്കിടയിലുള്ള കൃത്യമായി നഷ്ടപ്പെട്ടു പോകാനിടയുള്ള ദിവസത്തെ കണക്കാക്കിയാലും 41 ദിവസമത്രേ. ശുദ്ധിയുണ്ടെങ്കിൽ മേട്ടിലും കാട്ടിലും വ്യഥകൾ തൻ കൂരിരുൾ. ഭാരതത്തിൽ 365 ദിവസവും ഏവരും സാധന ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത്. സാധന എല്ലാ ദിവസവും അനുഷ്ഠിക്കേണ്ടതത്രേ. ഇവിടെ 41 ദിവസമെന്ന മണ്ഡലം ഒരു വൃത്തത്തെ പൂർത്തീകരിക്കുന്ന സാധനയുടെ കൃത്യമായ സമയമാണ്. ഇവിടെ സാധനയുടെ സമയക്രമമുണ്ടായി. അതോടൊപ്പം ആഹാര നീഹാര വികാരങ്ങൾ കൊണ്ട് ഒരയ്യപ്പന് സ്വന്തം ശരീരത്തിൽ ക്രമാനുഗതമായ മാറ്റമുണ്ടാക്കാൻ പ്രാപ്തിയുള്ള സമയചക്രം കൂടിയാകുന്നു 41 ദിവസങ്ങൾ. സ്വാമി ശരണം സ്വാമി ശരണം അയ്യൻ ശരണം അയ്യൻ ശരണം സ്വാമി ശരണം. മണ്ഡലകാല വ്രതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതത്രേ കന്നിമൂല ഗണപതിയും ഗണപതി സങ്കല്പവും. അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ കലിയുഗ വരദനെ ഒരു നോക്കു കാണുവാൻ കവിയുന്ന മോഹവുമായി നീങ്ങിടുമ്പോൾ ഒരാളുടെ ഉള്ളിലുള്ള എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്ന അതിദേവതയാണ് ഗണപതി. ബുദ്ധിയുടെയും സിദ്ധിയുടെയും ദേവത കൂടിയാണ് ഗണപതി. ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് അനിവാര്യമായി വേണ്ടത് ബുദ്ധിയും സിദ്ധിയുമാണ്. ഇവ രണ്ടുമില്ലെങ്കിൽ ആ വ്യക്തി ജീവിതം പരാജയമാണ്. വഴിയുന്നു കാരുണ്യം സ്വാമി
സ്വാമി ശരണം അയ്യൻ ശരണം അയ്യൻ ശരണം സ്വാമി ശരണം സ്വാമി ശരണം. ഓരോ വ്യക്തി ജീവിതത്തിലെയും ഏറ്റവും വലിയ തടസ്സം ആ വ്യക്തിയുടെ മനസ്സിലുള്ള അപകർഷതാബോധവും അഹംബോധവുമാണ്. ഈ രണ്ടു ഭാവങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്ന ആളത്രേ ഗണപതി. കലിയുഗ വരദനെ ഒരു നോക്കു കാണുവാൻ കവിയുന്ന മോഹവുമായി നീങ്ങിടുമ്പോൾ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അപകർഷതാബോധം, അഹംബോധം തുടങ്ങിയ വ്യക്തിത്വ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഒന്നും തന്നെ ചേർന്നതല്ല. ഇവ രണ്ടും ഇല്ലാതായാൽ മാത്രമേ അയാളിൽ തനിമയായുള്ള ബുദ്ധിശക്തി വികസിക്കുകയുള്ളൂ. അയാളിലെ തനിമയായുള്ള സിദ്ധി പുറത്തു വരികയുള്ളൂ. ഇത്തരം അപകർഷതാബോധത്തെയും അഹംബോധത്തെയും ഇല്ലാതാക്കാൻ ഏതൊരു സാധകനും ഉപാസിക്കേണ്ട ദേവതയാണ് ഗണപതി. 18-ാം പടിയിലും നിജഭക്തിയുണ്ടെങ്കിൽ കരിമല തന്നിലും നിഗമത്തിൻ 18-ാം പടിയിലും ഇരുമുടിയേന്തി എത്തും. ഏതൊരു വ്യക്തിയുടെയും വളർച്ചയ്ക്ക് അനിവാര്യമായ ഒന്നത്രേ ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദങ്ങളെയും തിരിച്ചറിയുക എന്നത്. ഒരു വ്യക്തി ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ച് പോലും തിരിച്ചറിയാൻ ശേഷിയുള്ളവനായിരിക്കണം. എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ എപ്പോഴും തന്റെ ഉള്ളിൽ തന്നെ ഉറപ്പിച്ചിരിക്കുകയും വേണം. ഇതാണ് ഗണപതി നമുക്ക് നൽകുന്ന സന്ദേശം. അയ്യൻ ശരണം അയ്യൻ ശരണം സ്വാമി ശരണം ദേഹബലം താ പാദബലം താ ഏറ്റിവിടയ്യ. ഒരാൾ തന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന അഹംബോധത്തെയും അപകർഷതാബോധത്തെയും ഇല്ലാതാക്കുന്നത് എങ്ങനെ എന്നതിനുള്ള ഉത്തരമാണ് ഗണപതി ഉപാസന. നോക്കു കാണുവാൻ കവിയുന്ന മോഹവുമായി നീങ്ങിടുമ്പോൾ കല്ലും മുള്ളും. ഏതൊരു അയ്യപ്പന്റെയും അഥവാ ഭക്തന്റെയും ആഗ്രഹം എന്നത് തന്റെ ഉള്ളിലുള്ള ഈശ്വരീയ ദർശനത്തിന്റെ പൂർണ്ണതയാണ്. ആ ഈശ്വരീയ ദർശനത്തിന്റെ പൂർണ്ണതയ്ക്ക് ഗണപതിയെ ഉപാസിക്കേണ്ടതുണ്ട്. കാരണം ഗണപതി എന്നത് ബുദ്ധിയുടെയും സിദ്ധിയുടെയും ദേവനാണ്. ഈ ബുദ്ധിയും സിദ്ധിയുമാണ് ഏതൊരു സാധകനും ഉണ്ടാകേണ്ടതും. ഇവ രണ്ടുമുണ്ടായാൽ മാത്രമേ പൂർണ്ണമായ അർത്ഥത്തിൽ ഈശ്വരനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. യഥാതഥമായ ബുദ്ധിയും അതിലൂടെ സിദ്ധിയും ഉണ്ടാകണം. അതിന് ഓരോ അയ്യപ്പനും കന്നിമൂല ഗണപതിയെ ഉപാസിക്കേണ്ടത് അനിവാര്യമത്രേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ 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 ശരണമയ്യപ്പ. എത്രയെത്ര മഹാന്മാർ ജീവിച്ചിരുന്ന ഭൂമിയാണ് നാം ജീവിക്കുന്നത്. നമുക്ക് പിന്നാലെ ഇനി എത്രയെത്ര മഹാന്മാരാണ് ഇവിടെ ജന്മമെടുക്കാനുള്ളത്. മഹത്തരമായ ഈ ജീവിതത്തെയും ഭൂമിയെയും അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.